ഞാൻ ഇൻഡസ്ട്രിയൽ ഏരിയ വഴി വന്നയാ ബെൽവാള. എൻ്റെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, അപ്പോൾ നമ്മളിന്നുള്ളത് ബാംഗ്ലൂർ തെരുവീതികളിലാണ്. അപ്പോൾ ഇനിയത്തെ നമ്മൾ വീഡിയോ ഈ ഒരു ബാംഗ്ലൂർ വിശേഷങ്ങളായിരിക്കും. അങ്ങനെ പോണം തോന്നി ഇറങ്ങി പോക്കന്നെ. വണ്ടി എടുത്തോണ്ട് നമ്മളിങ്ങനെ പോകുന്നത് അൽത്രോസ് അപ്പൂട്ടാൻ പുതിയ വണ്ടി എടുത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ പോന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബെൽവാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു കരിമ്പിൻ ജ്യൂസെല്ലാം കുടിച്ച് അങ്ങനെ ചില്ലാക്കിയിട്ട് പോകുന്നതാണ്. പൊളി ജ്യൂസാട്ടോ അച്ഛൻ്റെ, ഒന്നും പറയാനില്ല, സൂപ്പർ സ്ഥലമാണ്. സ്ഥലവും സ്കൈയും എൻ്റെ നടുക്ക് അവിടെ കാണുന്നത് അമ്പലമാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മാളു മാളു എന്താ പറ്റീനാ? കൈ കാണിച്ചാക്ക. വേറൊന്നും പറ്റിയില്ല. ഓ മൈ ഗോഡ്. ഗൈസ്, ആക്ച്വലി നമ്മൾ ഈ യാത്ര പോകുന്നത് ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ്. മാളുവിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ്. ആ ഒരു അവസരം മുതലാക്കിയിട്ട് ഞാനും അപ്പൂട്ടനും കൂടിയിട്ട് ഈ നന്ദി ഹിൽസ് പോകണം, കുറച്ച് എക്സ്പ്ലോർ ചെയ്യാണ്ട് ബാംഗ്ലൂർ. ഇവളെ എക്സാം ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് ഒരു പരിപാടി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന നൈസ് കുറച്ച് മൊമെൻറ്റ്സ് ആയിരിക്കും ഇനി കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുക. ഇങ്ങനത്തെ ഒരു സാധനത്തിനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നു. കൊമ്പല് നോക്കിയാൽ നമ്മൾ ബാംഗ്ലൂർ എത്താൻ നോക്കുമ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജെല്ലാം തീർന്ന് ആകെ അൽക്കുലത്തായി പോയി. എന്ത് പറയാനാ, ഇനി പിറ്റേന്ന് രാവിലെയുള്ള വീഡിയോ ആണ് ഇനി ഉണ്ടാവുള്ള. ഇപ്പോൾ രാവിലെ തന്നെ നന്ദി ഹിൽസ് പോകണമെന്ന് വിചാരിച്ചത്, പക്ഷേ രാത്രി എത്തുമ്പോൾ നേരം പോയി. ചങ്ങായി ഉറങ്ങി എണീക്കാൻ നേരം പോയി. അതുകൊണ്ട് എന്തായാലും നന്ദി ഹിൽസ് പോകണം. ബാംഗ്ലൂർ അപ്പോൾ നന്ദി ഹിൽസ് പോകാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം നമുക്ക്, അല്ലേ? നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് 2 ഫ്രണ്ട്സിനെ കണ്ട് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി ഹിൽസ് റോഡ് കയറി ദേവനഹള്ളി അവിടുന്ന് നന്ദി ഹിൽസ് റോഡ് കയറിയിട്ടുണ്ട്. കുറച്ച് നേരം പോയി. മഞ്ഞോ സൂര്യനെല്ലാം ഇവിടെ വന്ന് നിന്നിട്ടുണ്ടാവും. സൂര്യനെല്ലാം തലയിലെ മേലെ വന്ന് നിന്നിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെ വന്നിട്ട് നന്ദി ഹിൽസ് കാണാണ്ട് പോകുന്നത് സുന്ദരമായ അക്കേഷ്യൻ മരത്തിൻ്റെ ഇടയിലൂടെ ഞാനും അപ്പൂട്ടനും നന്ദി ഹിൽസ് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഞാൻ കണ്ടെടുത്തോളോ ഈ നാട്ടുകാർക്ക് കൊറോണ എന്താന്ന് തന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു മനുഷ്യന്മാർ മാസ്ക് ഇട്ടില്ല. മാസ്ക് ഇട്ട നമ്മളെ കാണുമ്പോൾ തന്നെ ചിരിയാന്നല്ലായിരിക്കും. ഞാൻ കാണിച്ചേ, 2 ആള് ബൈക്കിൽ എത്ര കൂളായിട്ടാ പോകുന്നത്. Nobody is wearing mask. ഇവിടെ അതിനെ അത്രേ കണക്കാക്കിയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ടല്ലേ. അതല്ലേ നമ്മളെ നാട്. സുരക്ഷ അതിൽ നമ്മളെ നാട് തന്നെ സൂപ്പർ. നീണ്ട നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ നന്ദി ഹിൽസ് എത്തിയിരിക്കുകയാണ്. അത്ര വേണം വ്ളോഗിങ് കാണാം, യൂട്യൂബിൽ വീഡിയോ ഫസ്റ്റ്. പക്ഷെ ആക്ച്വലി നടന്നു പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. We are at the top, guys.
ഈ സ്ഥലത്ത് നമ്മൾ രാവിലെ വന്നിട്ടുണ്ട് അവസ്ഥ ചോദിക്കുക എന്ത് പൊളിയായിരിക്കും. ബൈക്ക് എടുത്തിട്ട് പ്ലാസ്റ്റിക് നിഷേധവിധേ, പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല. ദിസ് ഈസ് വാട്ട് നന്ദി ഹിൽസ്. ഇവിടെ നോക്കിയൊക്കെയാണ് കാഴ്ച. ഇതാണ് കാഴ്ച. ഇവിടെയാണ് നമ്മൾ രാവിലെ വരേണ്ടത്. നമുക്ക് പറ്റിപ്പോയി, ഉറങ്ങിപ്പോയി. ഓ വീഡിയോ ഇല്ലല്ലോ. ഇതെല്ലാം ഞാൻ പറഞ്ഞ കമ്പി. രാവിലെ വരണല്ല പൂട്ടാ. ഇപ്പം വരെ തണുപ്പ് പോയിട്ടില്ല. ആൾക്കാരൊക്കെ കുറവാണ്. നന്ദി ഹിൽസ് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള മലയൊക്കെ ഭയങ്കര തണുപ്പല്ലേ. മുട്ടാ പൊരിയുന്ന വെയിലത്തും കല്ലൊന്നും ചൂടായില്ല. ഇങ്ങനെയുള്ള അമ്പലങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലല്ലേ. പറ്റില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ പോകും. അല്ലേ ഇങ്ങനെയുണ്ട്. ദൈവമൊന്നും അറിയില്ല. നമ്മളെ ഫസ്റ്റ് വിളിച്ച് മുത്തപ്പനെ വിളിച്ചും പ്രാർത്ഥിച്ച് നമ്മൾ നമുക്കതല്ലേ ഉള്ളു. ഇതൊരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് മുത്താപ്പൊരിയുന്ന വെയിലത്ത് ഇതൊന്ന് നോക്കാം. തിരിച്ചു എന്നെ കൊണ്ടാക്കിയാലേ താഴെയാൻ തോന്നുന്നു കേട്ടോ. എത്തുന്നുണ്ടാകാം. സിമ്പിൾ. ഇതാണ് നന്ദി ഹിൽസിൻ്റെ സ്റ്റെപ്പ്. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടാവും. ഈ വീഡിയോ എടുക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഈ വീഡിയോ കാണുന്ന ആളുണ്ടാവും. ഇവന് പെരാന്താണ്, ഉച്ചക്ക് പോയിട്ട് കാണാമെന്ന് പറയും. കുറച്ച് പെരാന്താന്ന് വിചാരിച്ചാലും പ്രശ്നമൊന്നുമില്ല അല്ലേ. ഈ സ്ഥലം ഭയങ്കര ഫേമസ് എന്ന് പറയുന്നത് ഫേമസ് ടിപ്പു ഡ്രോപ്പ്. അതിൻ്റെ ബോർഡ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മുള വീട്ടിലേക്ക് കയറി പോകുന്നതാണ്. പക്ഷെ മുള വീട്ടിൽ കയറേ എന്തെങ്കിലും വേണ്ടി വരുള്ളൂ. ഓരോന്നും അടച്ചിട്ടെല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അതിൽ സീസ കളിക്കുന്നുണ്ടോ നമ്മള്? കളിക്കണ്ടോ? എല്ലാവരും ഇപ്പം നമ്മളെ നോക്കണ്ട കേട്ടോ. ഞാനിടാ എവിടെയാ പറഞ്ഞിരിക്കും. ഭയങ്കര ആഗ്രഹമുള്ള ഇല്ല. ഞാൻ പൊന്തി. നീ ഇത്ര കനമുണ്ടാടാ പൂട്ട. ഗൈസ് അപ്പൂടൻ്റെ ഇവിടെ ആയിരുന്നില്ല ഗൈസ്. പക്ഷേ
ഇത് പൊട്ടിപ്പോവാ, ഇത് പൊട്ടുവോ ഇല്ലയോ എന്നുള്ള, ഇത് പൊട്ടിയ സാധനമാണെന്ന് ഇപ്പുറം ഉള്ളത് കേട്ടാ. പൊട്ടിൻ്റെ രണ്ടാളി മൂലം തമാർ പടാറാവും. ഹത്യല്ലേ? ആ നിർത്തിപ്പോവാ, നിർത്തിപ്പോവാ. നേരെ ഇപ്പം ഇത് ശരിക്കൂലേ? നമ്മള് ബാണാസുരെ പോയിട്ട് അപ്പൂട്ടിനടുന്ന് പുഷപ്പ് അടിക്കുന്ന പറയുന്നത്. ജിമ്മിൽ പോ എൻ്റെ അഹങ്കാരം അടിയേ ഇതെന്നാ. അപ്പോട്ടെ 2 ദിവസമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. അതിൻ്റെ അഹങ്കാരം നീ കാണിക്കുന്നത് വെച്ചു. നടുവിളിക്ക് കിടന്നില്ല, ഞാനറിയില്ലേ. ഇത് പണ്ട് 1834 ഒരു 60-70 കാലഘട്ടങ്ങളിൽ പിന്നെ എന്താ സർ മാർക്ക് കബ്ബൺ എന്ന് പറയുന്ന ഒരാൾ ഇതെടുത്താണ് ഇവിടെ താമസിച്ച സ്ഥലമാണ്. അങ്ങനെയാണ് ഇവരുടെ പറയുന്നത്. ഇപ്പോൾ ഇത് പബ്ലിക് ഗസ്റ്റ് ഹൗസായി മാറിയിട്ടുള്ളത്. സംഗതി പൊളിയല്ലേ, നല്ല കൺസ്ട്രക്ഷൻ വർക്കല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇതാ ഇപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. നമ്മൾ നേരത്തെ കയറിയ മറ്റേ മരത്തിൻ്റെ സെറ്റപ്പ്, മരമല്ല കമ്പി, മരമില്ല ഇപ്പോൾ. അങ്ങനെ നമ്മൾ കുറേ സമയം ഇവിടെ നന്ദി ഹിൽസിൽ സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ തിരിച്ചിറങ്ങി. അങ്ങനെ വന്നിട്ട് രാവിലത്തെ ആ ഒരു വൈബില്ലാന്നേ ഉള്ളൂ. തണുപ്പും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കുറച്ചും കൂടി തണുപ്പുണ്ടാവും, കോടയുണ്ടാവും, സൂര്യോദയം കാണാം. രാവിലെ വന്നാലും പക്ഷേ ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാരധികം ഉണ്ടാവില്ല. സൂര്യൻ തലേൻ്റെ മേലെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് ടൈപ്പിലാണ് നമ്മളുണ്ടാവുക. അതായത് മേലേന്ന് ചൂട് വരുന്നുണ്ടാവും, നടുക്ക് നമ്മൾ, പിന്നെ കുറച്ച് തണുപ്പ് അല്ലേ, ഒരു കോക്ടെയിൽ. ആ എല്ലാം ഉണ്ട് ഇവിടെ ഇല്ലാത്തായിട്ടൊന്നുമില്ല. പൊളി സ്ഥലമാണ്. അപ്പം ബാംഗ്ലൂർ ഓൾറെഡി ഉള്ള കൂട്ടർക്ക് നന്ദി ഹിൽസിനെ പറ്റിയിട്ട് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഹെവനാണ് ഹെവൻ. രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം രാവിലെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് കാടാമ്പ ഒത്തന്റിക് ബ്രാഹ്മിൻ കസിൻ റെസ്റ്റോറൻറ്റിലുള്ളത്. നല്ല തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പുണ്ട്. നിങ്ങളും ചായ കുടിച്ചോ? ഒരു വീഡിയോ കാണുമ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കുന്നതായിരിക്കും പറഞ്ഞ നമ്മൾ രാവിലെ നിങ്ങളിപ്പോൾ വീഡിയോ അതല്ല, ഈ വീഡിയോ കാണുമ്പോൾ ചായ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കമന്റ് അടിക്കുക അല്ലേ. പിന്നെ ഇപ്പം പറയുന്നത് വീഡിയോ ഭയങ്കര സിമ്പിളായിട്ട് കാണുന്നുണ്ട്. ഭയങ്കര എല്ലാവരും കാണുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും സിംപതിക്കാണ് ഭയങ്കര ഇഷ്ടം. നിങ്ങളിപ്പോലെ ഭയങ്കര ഗൗരവമായി സംസാരിച്ച് ഇഷ്ടപ്പെടും. ഹലോ ഗായ്സ്, മസാല ദോശ വന്നിട്ടുണ്ട്. ഇവിടെ തിന്നാൻ തുടങ്ങി. ശക്തമായ ബോളിംഗാണ്. മസാല ദോശ 1 പ്ലേറ്റ് വന്ന്, 2 പ്ലേറ്റ് വന്ന്, പിന്നെ ഇഡ്ഡലി വന്ന്, മാള് വന്ന്. മാള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ഇതാണ്. സ്പൂണും കൊണ്ടൊക്കെ കഴിക്കൂ. അങ്ങനെ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരും ബാംഗ്ലൂരിൽ നിന്ന് അല്ലേ. അത് കഴിഞ്ഞ് വട വന്ന്, വട 3 ആൾക്കും ഓരോന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡല്ലേ. നിങ്ങളെല്ലാവരും പേരേക്ക് ഇത് പ്രൊമോഷൻ വീഡിയോ ആണ്. പക്ഷെ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല. എനിക്ക് പറ്റൊന്നും കിട്ടാനും പോകുന്നില്ല. ഇവിടെ ഇനി എന്തെങ്കിലും വേണോടാ?
നമ്മൾ കടമ്പയിൽ ഇറങ്ങി പിന്നെ യാത്ര തുടങ്ങി. കടമ്പയിലെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്, മനസ്സും വയറും നിറഞ്ഞ അല്ലേ. ബാത്റൂം ഒക്കെ അടിപൊളിയാ, വൃത്തിയുള്ള ഒരു ബാത്റൂമാണ്. മോള് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു മോള് അല്ലേ? എന്റെ കണ്ണട അതുപോലൊരു ഇഡ്ഡലി. ഇതൊക്കെ മൈസൂറിലുള്ള, ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഡ്രൈവിംഗ് ഇവിടെയല്ലേ സ്കൂള് തുറന്നല്ലേ? നോക്കിയാ നമ്മളിപ്പല്ലേ കാണുന്നു. പക്ഷെ എനിക്കൊന്ന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ, ഹിന്ദിക്കാര്, നമ്മളെ മല്ലൂസ്, അവരൊക്കെ പെന്നി കൊടുക്കുന്നുണ്ട്. യൂത്തന്മാരില്ല, വയസ്സന്മാരിലൂടെ. ഇവിടെ കോളേജെല്ലാം തുറന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊന്നും സ്കൂളൊന്നും തുറക്കണ്ടപ്പോ. സ്കൂൾ തുറന്നാൽ നല്ല രസമായിരുന്നല്ലേ? ചെറിയ പിള്ളേരെ തുറക്കുന്ന ഒന്നും പറഞ്ഞ ഇവർ എത്ര നേരം മാസ്ക് ഇടും, അപ്പട് വലിച്ചാടും. മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മള് മൈസൂര് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നാട്ടിലേക്ക്. അന്നേരം ഒരു സ്ഥലപ്പേര് ഉണ്ട്. സംഗതി ഇങ്ങക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പറഞ്ഞോടാ, പക്ഷെ കണ്ണൂർക്കാർക്ക് എന്തായാലും മനസ്സിലാവും. വിളിക്കറേ കാണിച്ചരേ അപ്പൂട്ടാ, വിളിക്കറേ ഇങ്ങോട്ട് പോയ വിളിക്കറേ. നാളെ നീ വിളിക്കൂല? വിളിക്കറേ. അപ്പോ വിളിക്കറേന്ന് നമ്മൾ പിന്നെയും പോന്നാന്ന്. നാരങ്ങത്തോട് മാത്രം കയ്യിലുള്ള മാൾട്ടി പിടിച്ചാടി. അവിടെ നാടാൻ പഠിച്ചിട്ടില്ല. നമ്മൾ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ആരെയോ പറമ്പത്ത്. ഇതെന്നാ സാധനം? ഇതെന്നാ സാധനം? പശുവല്ല നമ്മളെ നോക്കി നോക്കിയാ. ആ എന്നാ പോട്ടെ സാധനം അത്? தெரியாது തമ്പി. വെള്ളോ എന്നാ ഇത്? എന്തോ ഒരു സാധനമാണ്. അപ്പോട്ടെ പറിക്കുന്ന മണപ്പിക്കറടാ. അങ്ങനെ എല്ലാ സാധനവും എന്തോ ഒരു സാധനം. കടിച്ചു നോക്ക്. കടുക് ഇങ്ങനെയല്ല, കടിയാനൊരു മുളപ്പിച്ചു. കടുക് ഇങ്ങനെയല്ല. അതിന് നടുക്കൊരു ചെടി വന്നണ്ട, ചോന്ന ഇലയുള്ള. ഗർഭിണിയായ പശു ഉണ്ടെന്നാണ് നമ്മള് പറയുന്നത്. ഇത് രസമല്ല ഇവിടെയല്ലോ പശു. നമ്മളിങ്ങനെ ഇത് എടുക്കാൻ വന്നിരുന്നല്ല, നമ്മളിങ്ങനെ നോക്കുന്നു. ആടു ഇവർ ഓക്കെ ആയി. മനസ്സിലായി, നമ്മൾ പുല്ലുന്ന മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടൊന്ന് ഈ നാടത്തെ പിടിച്ച താടിക്കാരൻ ബ്ലോഗ് ഊഞ്ഞാലാടാൻ പോവാണ്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം സുഹൃത്തുക്കളെ, സഹചരെ. ഞാൻ എനിക്ക് നല്ലോണം ആടണമെന്നുണ്ടല്ലേ. രണ്ടാമത്തെ സ്വന്തം അല്ലേ. 100 കിലോ ഉണ്ട്, പൊന്തുന്നില്ല. ആൽമരം പൊരിഞ്ഞു വീവോ. ഇറ്റ്സ് ഓക്കെ. നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ ഇതും ഇത് ലെങ്ത് കിട്ടൂല.
നോക്കണ്ടേ? ഞാനൊന്നും കൂടി കാണിച്ചാൽ പണി. കണ്ടാ നമ്മളെ ബോഡി ചുരുക്കണം. അങ്ങോട്ട് 2-3 പോട്ടെ എങ്ങനെ മൊമെന്റം പഠിച്ചിട്ടില്ല നിങ്ങളാരും. കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാലേ സെന്റർ ഓഫ് മാസ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് ഈ ഡൈവ് ചെയ്യുന്നവർ ഇങ്ങനെയല്ല ഡൈവ് ചെയ്യാം. അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബോഡി ചുരുക്കുമ്പോൾ സെന്റർ ഓഫ് മാസ് എടുത്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. ദാറ്റ് ഈസ് കൺസർവേഷൻ. ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടല്ലേ. ഇതൊന്നും അവിടെ ഇതാ ഫിസിക്സിന്റെ ക്ലാസ്സിലൊക്കെ എടുത്തിതാ ഒന്നും കൂടി പോയിട്ടുണ്ട്. സെന്റർ ഓഫ് മാസ് എടാ അപ്പൂട്ട വണ്ടി വരാൻ നോക്കണം. അവിടെ സെന്റർ ഓഫ് മാസ് എന്നാ ഇതാണ് യാത്ര ചെയ്യുമ്പോ മനസ്സിൽ നിറയണം, വയറും നിറയണം. എടാ മനസ്സ് നിറഞ്ഞ് ഇനി വയറ് നിറക്കണം. എടുക്ക് നാരങ്ങ. ഒരു 5-6 കിലോ നാരങ്ങ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു സഞ്ചി തീർന്ന്, ഇതടുത്ത സഞ്ചി. നാരങ്ങ ഇടാൻ വേണ്ടിയിട്ടുള്ള കവർ. അടിപൊളിയാണ് യാത്ര. സോ ഫാർ സോ ഗുഡ്. ഡ്രൈവിങ് ചെറിയ എന്തെല്ലാം മിസ്റ്റേക്സ് ഉണ്ട്. ആനപ്പന്തിയാണ്, ഉച്ചപ്പന്തിയാണ്. വിജനതയിൽ എത്ര വലിയ റോഡായാലും വീടാ ശരിക്കും. മമ്മ കഴിച്ചു ആന സ്പോട്ടഡ്. ആനേനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു വലിയ ഡേഞ്ചർ ആനയല്ല. ഇതിവിടെ ആന വളർത്തു കേന്ദ്രത്തിലുള്ള ആനയാണ്. അതിനെ പുല്ല് മേയ്ക്കാൻ കൊണ്ടുവച്ച മേയാൻ വിട്ടാന. ദോശ ഇടണം. ഇതും നല്ലൊരു ഓ എഫക്റ്റ്. നമ്മള് അങ്ങനെ കൂർഗ് ഗേറ്റിനിടയ്ക്ക് എത്തി. പെരുമ്പാടി കൂർഗ് ഗേറ്റ്. ഇനി ഉച്ച ഭക്ഷണത്തിനുള്ള നേരമായി. പൊടി ഹോട്ടലാണ് അല്ലേ ഇവിടെ? ഇന്ന് കഴിച്ചില്ലായിരുന്നു. ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ടുള്ള ഒരു ഹോട്ടലാണ്. നാട്ടിലുള്ള പോലെയല്ല, സിറ്റീസിലുള്ള ഹോട്ടൽ പോലെയല്ല അല്ലേ. പിന്നെ കുറച്ച് ഫാമിലീസ് ഉണ്ട്. ഇവിടുത്തെ സെറ്റപ്പൊക്കെ പൊളിയാണ്. കാണിച്ചു. പിന്നെ ഇതിൻ്റെ ബാക്കിലൊക്കെ നല്ല ഫോട്ടോസ്, ചിത്രപ്പണി, നൈസായിട്ടുള്ളൊരു പരിപാടിയാണ്. നല്ല ആംബിയൻസാണ്. അത് നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തേലും പറഞ്ഞേ? ഉംബൂസ്. ഇതാണ് ഉംബൂസ്. കൂർഗ് ഉംബൂസ്. കൂർഗ് ഉംബൂസ് ആണ്. ചില്ലി ഫ്ലേക്സ് എല്ലാം ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സാധനം അല്ലേ. തന്തൂർ റൊട്ടി.
മയണൈസ് മുക്കിയമ്പിക്കിലെ. അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങട്ടെ. ബാക്കി വീഡിയോ പിന്നെ. ഇതാണ് നമ്മളെ ഹോട്ടൽ. Colgate Bacon Cool purchase time. Negative അപ്പൂട്ടൻ. അത് മണ്ണിൻ്റെ ഇല്ലല്ലോ, ഷോപ്പിൽ മണ്ണിൻ്റെ ഉണ്ടാവില്ലല്ലോ. പുസ്തകപ്പുഴു തീരാടി. ഗൈസ്, നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഉറക്കത്തിലേക്ക് നീങ്ങുന്ന മാളൂട്ടി. പിന്നെയും വണ്ടി എന്തോ കഴുകുന്നുണ്ട്. അവിടെ ചുരം ഇറങ്ങി. ഇനി നാട് മാക്കുട്ട 14. അപ്പോൾ അറ്റ് ലാസ്റ്റ് വീട്ടിൻ്റെ മുമ്പിലാണുള്ളത്. അപ്പോൾ പോയി ഞാൻ വീട്ടിലേക്ക് പോകും. അവിടെ എത്തി. എല്ലാം ശുഭകരമായി നടന്നു. മനസ്സിൽ നിറഞ്ഞ് വയറും നിറഞ്ഞ് അടിപൊളി യാത്ര. അപ്പോൾ ഇത്രയാമത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അത് നിർബന്ധമായിട്ട് എല്ലാവരും അടിച്ചു വെക്കുക. അപ്പോൾ പിന്നെ വീഡിയോ വരുന്നവരെ ബൈ ബൈ.